അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ടൊരു പെണ്ണ് നടക്കുകയാണ്. എവിടത്തേക്ക് എന്നറിയോ? പരിശുദ്ധമായ മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. പെണ്ണിങ്ങനെ ഹബീബിന്റെ മദ്ഹുകൾ ഇങ്ങനെ പാടുകയാണ്. ഹൃദയാന്തരങ്ങളിൽ മുഴുവനും മദീനയാ. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, മദീനയിൽ എത്തണം, റസൂലുള്ളാഹിയെ ഒന്ന് കാണണം, ആ ഹബീബിന്റെ അടുക്കലേക്കൊന്ന് ചെല്ലണം. റസൂലുള്ളാഹിന്റെ അരികത്തെന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നാലും നബി തങ്ങളുടെ അരികത്തേക്ക് പോകാൻ ആ പെണ്ണ് മനസ്സുകൊണ്ട് കൊതിക്കുകയാണ്. ആ പെണ്ണിന് വല്ലാത്ത ഇഷ്ടമാ, അടങ്ങാത്ത പ്രകാശമാണ്. മനസ്സിന്റെ ഉള്ളിൽ മദീനയെ കൊണ്ടുവന്നു. ഈ പെണ്ണെപ്പോഴും ദ്വാരക്കും, അല്ലാഹുവേ ഹൃദയങ്ങളെ ഇളക്കി മറിക്കുന്നവനെ, നമ്മുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിച്ച് ജീവിക്കുന്നതിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ എന്ന് പറഞ്ഞപ്പോഴും ഈ പെണ്ണ് ദ്വാരക്കാറുണ്ട്. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നമ്മൾ ഈ ദിക്റ് പതിവാക്കിയ നമ്മൾ വളരെ സന്തോഷകരമായ രീതിയിലേക്ക് വരും. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക. അല്ലാഹുവേ ഹൃദയങ്ങളെ ഇളക്കി മറിക്കുന്നവനായ റബ്ബേ, അല്ലാഹുവേ നമ്മുടെ ഹൃദയങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവിനോട് ഈ പെണ്ണ് എപ്പോഴും ദ്വാരക്കും. എന്താ? വേറൊന്നുമല്ല, എന്റെ ഹൃദയം ശുദ്ധിയാക്കി, എന്റെ ഹൃദയം ശുദ്ധിയാക്കിയിട്ട് പരിശുദ്ധമായ മദീനയിൽ എത്തിക്കണമെന്ന്. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദുആ ചെയ്താ നമ്മുടെ ഹൃദയം അല്ലാഹു ശുദ്ധമാക്കി തരുമല്ലോ. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക. അല്ലാഹുവേ പടച്ചവനെ, ഹൃദയങ്ങളെ ഇളക്കി മറിക്കുന്നവനെ, നമ്മുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിച്ചു ജീവിക്കുന്നതിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഈ ഒരു ദുആ എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞാനും നിങ്ങളും ചൊല്ലിയാൽ നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു ശുദ്ധമാക്കുമല്ലോ, നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തുമല്ലോ, നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഈമാനിന്റെ മാധുര്യം തരുമല്ലോ, സ്വർഗത്തിന്റെ വഴികളെ അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുമല്ലോ. ചെറിയ ഒരു ദുആ. ഈ പെണ്ണ് ഈ ദുആ ഇങ്ങനെ ചൊല്ലുകയാണ്. ചൊല്ലിയിട്ട് ഒന്ന് ദ്വാരുന്നു, റബ്ബേ എന്നെ മദീനയിൽ എത്തിക്കണേ അല്ലാ. വേറൊന്നും ചോദിച്ചില്ല. അല്ലാഹുവേ എന്നെ മദീനത്ത് എന്നെ വന്ന് എത്തിച്ചു തരണേ അല്ലാന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ കൊതിക്കാറുണ്ടോ? നമ്മൾ എത്രയോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അഭിലാഷങ്ങൾക്ക് വേണ്ടി സമ്പത്ത് മാറ്റിവെച്ചവരാ. എന്നാലും ഒരല്പമൊന്ന് ചൊല്ലാൻ പറ്റുമോ? അല്പമൊന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? നിങ്ങൾ പോകണേ. ഈ പെണ്ണ് നടക്കുകയാണ്. തലഅൽ ബദ്റു അലൈനാ മിൻ തനിയാത്തിൽ വദായി വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദായി. ഇന്നും റസൂലുള്ളാഹി തങ്ങള് ഈ പാട്ടുപാടി അവിടെ ഉള്ള വലിയവരും അവിടെ ഉള്ള ചെറിയവരുമൊക്കെ പാട്ടുപാടി വിളിച്ച സ്ഥലം അത് പരിശുദ്ധമായ മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്ന പള്ളി ഇന്നും മദീനയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ മദീനയിലൊന്ന് ചെന്നിട്ട് ആ മസ്ജിദുൽ ഖുബായിലൊന്ന് നിസ്കരിച്ചാൽ അല്ലാഹു നമുക്ക് തരുന്നതൊരു ഉംറയുടെ പ്രതിഫലമാ. മസ്ജിദുൻ നബവിയില് അതിന്റെ അടുത്തൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖുബാ. നമ്മുടെ റൂമിൽ നിന്ന് ഒളിവെടുത്ത് ആ പള്ളിയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്.
ഒരു ഉംറ ചെയ്ത പ്രതിഫലം അള്ളാന്റെ റസൂല് ഓഫർ ചെയ്തിട്ടുണ്ട്, മുസ്തഫ നബി തങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ പെണ്ണങ്ങനെ നടന്ന് മസ്ജിദുൽ ഖുബാഇന്റെ ഭാഗമെത്തി. ആ സമയമാണ് പെണ്ണിന് ഓർമ്മ വരുന്നത്. ഈ പെണ്ണ് ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, പലതവണ മദീനത്ത് വന്നപ്പോഴും ആരോ പറഞ്ഞു ഇവിടെന്നാ ബദറു അലൈനാ മിൻ ثنيات الوداع وجب شكر علينا مدى لله داعي. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ചൊല്ലാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ ചൊല്ലുമല്ലോ, ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചൊന്നെത്താൻ ഞങ്ങൾക്ക് സന്തോഷം വന്നെത്താൻ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ പാടും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളും നമ്മുടെ കൂടെ ഉംറയ്ക്ക് വന്നവരൊക്കെ അവിടെ എത്തിയപ്പോ എങ്ങനെ പാടിയെന്നറിയോ? ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇവിടെ നിന്ന് പാടുമ്പോ ചെന്നെത്താൻ കൊതിയായി, അവിടെ എത്തിയിട്ട് പാടുമ്പോ ഞങ്ങൾ ഇവിടെ എത്തി, ഞങ്ങൾ ഹൃദയങ്ങളിൽ സന്തോഷം വന്നെത്തി. ഈ പെണ്ണവിടെ നിന്ന് സന്തോഷം കൊണ്ടറിയാതെ ഒരുപാട് പാട്ടുകൾ പാടി. ഒരു പാട്ടിന്റെ ഒരാശയം ഇങ്ങനെയാണ്: അറിയൂല സുബ്ഹാനേ മനമുള്ളം പെരിയോനെ, മനമാകെ കൊതിയാണ് മഹബൂബിൽ അണയാനേ. ആശിച്ചു മോഹിച്ചു ഇവിടമിൽ കിടക്കാനേ, ആശിച്ചു മോഹിച്ചു ഇവിടമിൽ കിടക്കാനേ. ജന്നത്തുൽ ബഖീഇൽ അരികത്തൂറങ്ങാനേ, സയ്യിദ ഫാത്തിമ ചാരത്തീരിക്കാനേ. അല്ലാഹുവേ, എന്റെ റസൂലുള്ള ഉറങ്ങുന്ന മണ്ണിലൊന്ന് കിടക്കാൻ, ഈ ജന്നത്തുൽ ബഖീഇൽ എനിക്കൊരു ഖബർസ്ഥാനം കിട്ടാൻ ഞാൻ കൊതിക്കുന്നുവല്ലാ. എനിക്കതിനുള്ള അവസരം തരുമോ റബ്ബേ? എന്നാൽ എനിക്കെന്റെ മുത്തുനബിയിനോടൊപ്പം എനിക്കവിടെ സന്തോഷത്തോടെ കിടക്കാമല്ലോ, എനിക്കവിടെ ആനന്ദത്തോടെ കിടക്കാമല്ലോ. എന്നാൽ എനിക്കെന്റെ മുത്തുനബിയോടൊപ്പം പരിശുദ്ധമായ മദീനയിൽ എനിക്ക് കിടക്കാമല്ലോ. നമ്മൾ ആഗ്രഹിക്കും, വിരളിൽ എണ്ണാവുന്ന ചില ആളുകളല്ലാതെ അള്ളാഹു അതൊരു വലിയ ചില ഭാഗ്യം തരുന്ന ആളുകൾക്ക് മാത്രമാണ് പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖീഇലൊക്കെ ഖബറടക്കാൻ, അവിടെ കിടക്കാനുള്ള സൗഭാഗ്യം തരുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായ നമ്മളെ കൂടെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയാൻ പേടിയണ്ട, ആമീൻ പറയാൻ പേടിയണ്ട. സാധുക്കളായ നമ്മളെ കൂടെ എന്തിനാണ് ഇവിടൊക്കെ വന്ന് ഇവിടത്തെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഖബറടക്കിയാലും അവിടെയും നമ്മളെ കുറ്റവും ഫിത്തനയും ഫസാദും പറയുന്നവരാ. ജന്നത്തുൽ ബഖീൽ ആര് കുറ്റം പറയും, ആര് ഫസാദ് പറയും? ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വരല്ലേ നമ്മുടെയൊക്കെ ഖബറിന്റെ ചാരത്തുകൂടെ പോകുമ്പോ നമുക്ക് വേണ്ടിയൊക്കെ അവർ ദ്വാരക്കുന്നില്ലേ, സ്വലാത്തുകൾ ചൊല്ലുന്നില്ലേ, ആമീൻ പറയുന്നില്ലേ? ഇതിനേക്കാൾ സന്തോഷം ഏതാ? അതുകൊണ്ടല്ലാ മരിക്കുമ്പോ നല്ല സ്ഥലത്ത് വെച്ച് ജന്നത്തുൽ ബഖീഇലോ ജന്നത്തുൽ മുഅല്ലയിലോ ഖബറടക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാരും ആമീൻ പറയില്ല, എല്ലാരും പറയില്ല, വളരെ കുറഞ്ഞ ഇവിടെ മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഏതായാലും ഉംറയ്ക്ക് വരാൻ വേണ്ടി ആരെങ്കിലും മനസ്സ് കൊടുത്തെങ്കിൽ അവര് പറയും ഈ ചങ്ങായി അവിടെ കൊണ്ട് മരിപ്പിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? അങ്ങനൊന്നുമല്ല.
അതൊരു വലിയ ഭൂമിയാണ്, അതൊരു വലിയ ഒരു സ്ഥലമാണ്. അവിടെ കിടക്കുന്നത് രാജാവാണ്, അള്ളാന്റെ റസൂലാണ്. പെങ്ങളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ കാരണക്കാരായ ഖൽബിന്റെ മണിദീപമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ പെണ്ണ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ വന്നിട്ട് ദുആരക്കുന്നു, അല്ലാഹ് ഈ ഒരു ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പാവപ്പെട്ടവൾക്കൊന്ന് കിടക്കാനും അവസരം തന്നാൽ എന്റെ ജീവിതത്തിൽ അല്ലാഹുവേ നീ എനിക്ക് തരുന്നതിൽ ഏറ്റവും നല്ല സൗഭാഗ്യമാ, നീ എനിക്ക് തരുന്നതിൽ ഏറ്റവും വലിയ ആനന്ദമാ, നീ എനിക്ക് തരുന്നതിൽ ഏറ്റവും നല്ല കുളിർമയാണ്. അതുകൊണ്ട് എന്നെ ഈ ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിൽ എന്നെ വന്ന് കിടത്തണേ അല്ലാഹ്. ഈ പെണ്ണ് ദുആ ചെയ്തു, പക്ഷേ പെണ്ണ് മടങ്ങിപ്പോയി. അല്ലാഹു ഇവിടെ മരിപ്പിച്ചിട്ടില്ല. പിന്നെയും കുറെ കഴിഞ്ഞിട്ട് പെണ്ണ് അതേപോലെ തിരിച്ചു വരുന്നുണ്ട്. വരുന്ന വഴിയിൽ ഈ പെണ്ണിനൊരാഗ്രഹം, യാ റസൂലല്ലാഹ്, നമ്മളൊക്കെ ചൊല്ലാറുണ്ടല്ലോ, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ല അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആന്റെ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു പൂർത്തിയാക്കാൻ ഒരാൾക്കും കഴിയില്ല. നബി തങ്ങളെ പറ്റി പാടി തീർക്കാനും ഒരാൾക്കും കഴിയില്ല. അന്ത ഉമ്മുൻ അമ്മബോ മാറൈന ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ല് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എന്ത് രസമാണ് അതൊക്കെ ഒന്ന് ചൊല്ലുമ്പോ, അതൊക്കെ ഒന്ന് പറയുമ്പോ വല്ലാത്തൊരു ഖൽബിൽ ഒരു കുളിർമയാണ്. ഇന്നിപ്പോ എവിടെ സ്വലാത്ത്, എവിടെയാണ് സ്വലാത്തുള്ളത്, എവിടെയാണെന്ന് സ്വലാത്തിന്റെ മന്ത്രം പോലുമില്ല. ഇപ്പൊ സന്ധ്യസമയമായി കഴിഞ്ഞാൽ കേൾക്കുന്ന വന്നേ ഉള്ളൂ, പൂരണപ്പാതിയുടെ മടുവൽ മടുപിടിപിടിപിടി ചേരയിലേ അല്ലെ. ഇന്നിപ്പോ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞാൽ അത് കന്നിട്ട് ജിൽ 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 ജുൽ 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 മൽ 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 ഇതൊക്കെ പിള്ളേര് ഫുള്ള് ചാട്ടോ ബഹളോ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അങ്ങനെ ഓടുകയാണ് അല്ലേ. എന്നാൽ ഇതിനേക്കാൾ എത്ര അർത്ഥവത്തായിട്ടുള്ള പാട്ടുണ്ട് അതേ രീതിയിൽ. അതൊന്നും ആരുടെയും വായിൽ വരൂല. ഇതേ രീതിയിൽ തന്നെ നോരിമ്പൻ ചോരിന്തമ്പൻ പൂകൾ പൊങ്കം നേബിത്തങ്ക പേരിമ്പമേകം സ്വഹബാക്കളെ കഥ പോരിമ്പം നാരം തെങ്കം പതിറന്ന പട പൊങ്ങി ആരംഭക്കനി ബദിരീങ്ങളെ. എത്രയോ ബദിരീങ്ങളെ പറ്റി ഇങ്ങനെ വർണ്ണിക്കാൻ ഇന്ന് പതൊന്നുമില്ല. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായേയില്ല. ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. മദ്രസയിലെ ഒരു കുട്ടി രാവിലെ വന്നിട്ട് കുട്ടി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. സംഭവം ആർക്കും ഒരു പിടുത്തം കിട്ടില്ല. ഉസ്താദ് എന്താ മോളെ സംഭവം? അപ്പൊ പറഞ്ഞ് ജിൽ 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 ജുൽ ജുൽ ജിൽ. അല്ലാഹു ഉസ്താദ് മേപ്പോട്ട് ജിൽ ജില്ല എന്ത് സംഭവം അല്ലേ. മനുഷ്യന്മാരങ്ങനെയാണ്. മക്കൾക്കെല്ലാം ഉമ്മമാരിട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് കേട്ടുകൊടുമോളെ, ഇത് പഠിച്ചാ പിന്നെ ഒന്നും വേണ്ട, അർശ് എന്നെ നീ കാണും. നബി തങ്ങളുടെ എത്ര മധുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്ര മധുണ്ട്. 6 വയസ്സുള്ള ഷൈമ എന്ന് പറയുന്ന പൊന്നുമോള് പോലും ഹലീമത്തു സഅദിയ, ഹബീബിന്റെ പോറ്റുമ്മയാണ് ഹലീമ ബീവി. ഇന്ന് മദീനത്തുണ്ടല്ലോ ആ ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമകളാണ് ബീവി ഷൈമ. 6 വയസ്സുള്ള മോള് അല്ലാഹുവിന്റെ പ്രവാചകരെ തൊട്ടിലിട്ടുകൊണ്ട് ഇങ്ങനെ ആട്ടുകയാണ്. ആ സമയത്ത് ഇങ്ങനെ കുഞ്ഞിങ്ങനെ പാടുകയാണ്. എന്താണ് ഷൈമ എന്ന് പറയുന്ന പൊന്നുമോള് പാടിയത്? ഓ ഹബീബായ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്, അങ്ങന്റെ സഹോദരനാണ് അല്ലേ.
6 വയസ്സുള്ള ഷൈമ ഇങ്ങനെ യാ റബ്ബന അബ്ഖി അഖി മുഹമ്മദാ ഹത്താ അറഹു യാഫി അംറദാ ഹാദാ അഖുല്ലി ലം തലിദുഹു ഉമ്മി. എന്റെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങന്റെ സഹോദരനാണ്. 6 വയസ്സുള്ള ഷൈമ അങ്ങനെ തൊട്ടിലിട്ട് ഇങ്ങനെ താരാട്ട് പാട്ട് പാടുകയാണ്. അങ്ങകലെ നിൽക്കുന്ന ഒരാള് നോക്കുമ്പോ ആകാശത്തിലുള്ള അമ്പിളിയമ്മാവൻ ഇങ്ങനെ ആടുകയാണ് മുകളില്. നബി തങ്ങളെ പറ്റി പറയാൻ, മദീനയെ പറ്റി പറയാൻ. അമ്പിളിയമ്മാവൻ, ഒരു മനുഷ്യൻ ദൂരത്തുനിന്ന് നോക്കാൻ, ദൂരത്തുനിന്ന് നോക്കുമ്പോ ആകാശത്തിലുള്ള അമ്പിളിയമ്മാവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ. ചിലപ്പോ നമ്മളൊക്കെ അങ്ങനെ ആടുന്നുണ്ട്. അത് കുഴപ്പമില്ല, എന്റെ കണ്ണിന്റെ കുഴപ്പം, രാവിലെ എഴുന്നേറ്റപ്പോ പല്ലേക്കാൻ തന്നെ കുഴപ്പം, ആയിക്കോട്ടെ കുഴപ്പമില്ല ഇല്ലേ. പൊന്നാര സഹോദരങ്ങളെ, ഏറ്റവും നല്ല അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോ ഇത് ആരുടെ വീടിന്റെ മുഖത്താണ്, ആരുടെ വീട്ടിന്റെ പുറത്താണ് ഇതുപോലെ അമ്പിളിയമ്മാവൻ ചാഞ്ചാടുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന പുരോഹിതൻ നടന്നു വരുമ്പോ അത് ഷൈമാ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അതെവിടെയാണ്? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ പുറത്താണ് ഈ അമ്പിളിയമ്മാവൻ ഇങ്ങനെ ആടുന്നത് കളിപ്പാട്ടമായിട്ട്. ഈ അമ്പിളിയമ്മാവൻ ഒരു കളിപ്പാട്ടമായിട്ട് ഇങ്ങനെ ആടുകയാണ്. ആ കളിപ്പാട്ടമായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴവിടെ ആരാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ, മദീനയുടെ മുത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ തൊട്ടിലിൽ കിടക്കുന്നത് നേതാവ്. നടക്കുകയാണ്. നടന്ന് മദീനയിലെത്തുമ്പോ വിയർക്കുകയാണ്. കൈകാലുകൾ തളരുന്നത് പോലെ, കണ്ണുമങ്ങുന്നത് പോലെ പെട്ടെന്ന് ആ പെണ്ണ് കുഴഞ്ഞു വീഴുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പെണ്ണിന്റെ മയ്യത്ത് പെട്ടെന്നെടുത്ത് കുളിപ്പിച്ചു കൊണ്ടുവന്നടക്കി. എവിടെയാണ് ആ പെണ്ണെപ്പോഴും ദുആ ചെയ്തത്? പരിശുദ്ധമായ ജന്നത്തുൽ ബഖീആണ്. ജന്നത്തുൽ ബഖീഇൻ സ്ഥാനം കാണുവാനേ അവിടമിലൊന്നണഞ്ഞ് ഉറങ്ങിടാൻ കൊതിയേറെയാണേ. പുഞ്ചിരിച്ച് പുന്നരിച്ച ത്വാഹനൂറേ അവിടമിലുണ്ട് എന്നൊരു സ്നേഹമാണ് മണ്ണിന്മീതേ. എത്രയോ ഹബീബവർ നടന്ന ഭൂമി പുണ്യ സ്വഹാബത്തോരും ആ ഭൂമിയിൽ എത്തിനാനേ. ആ പരിശുദ്ധമായ മദീനയിൽ നമുക്കും എത്തണം. നിങ്ങളൊക്കെ ദ്വാരക്കണം. ഈ പെണ്ണിനെ പോലെ നല്ലൊരു അവസരം നമുക്ക് അവിടെ ലഭിക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ഈമാനിന്റെ മാധുര്യം തരട്ടെ. ഉമ്മമാരെ, ഇതൊരുപാട് ആളുകളിലേക്ക് എത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ മനസ്സ് കൊടുത്ത് മദീനയിൽ പോയാൽ അതൊരു സന്തോഷമാണ്. അതിന് ഉമ്മമാര് ചെയ്യേണ്ടുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഇവിടെ ഒരു കൈയുടെ ചിഹ്നമുണ്ട്, ഒന്ന് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്താൻ അതൊരു കാരണമാണ്. പറ്റുന്നവര് ചെയ്യും, പറ്റാത്തവര് ചെയ്യണ്ട. ചില ആളുകൾ എല്ലാ ദിവസം കയറുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. മദീനയെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا محمد. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് പല പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ശമ്പളം കിട്ടുന്നതിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, ഉപ്പ ഉമ്മ ആരോഗ്യം ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, അതുപോലെ അല്ലാഹുവേ
കരുണക്കടലായ അല്ലാ, ഒരു മകന്റെ കടയിൽ കച്ചവടമുണ്ടാകാൻ ദുആ ചെയ്യാൻ നല്ല ബറക്കത്തുള്ള കച്ചവടം കൊടുക്കണേ അല്ലാ. ഇബാദത്തിന്റെ ഭക്ഷണത്തിന് തടസ്സം വരുത്തുന്ന ഒരു രോഗവും വരാതിരിക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. എന്റെ കുട്ടി ദറസിൽ പഠിക്കുന്ന ദറസിന്റെ പഠനം പൂർത്തിയാകാൻ ദുആരക്കാൻ. അതുപോലെ അല്ലാഹുവേ, ഒരു മകനാണ്, ആ മകന്റെ ആഗ്രഹങ്ങൾ ആ മകൻ ഉമ്മ പറയുന്നത് പോലെ അനുസരിക്കാൻ ദുആ ചെയ്യാൻ അല്ലാഹുവേ, ആ ഉമ്മ ഉദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ ആ പൊന്നുമകനാക്കണേ അല്ലാ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.